ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ആ കിടക്കുന്ന ഒരു രാജാവിനെ കണ്ടോ? ഇതാണ് കൊല്ലത്തെ ഒരു JK ക്രൂസ് എന്ന് പറയുന്ന ഒരു കിണ്ണൻ ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇവർക്ക് കുറേ അധികം ഹൗസ് ബോട്ട്സ് ഉണ്ട്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ സംഘടനയായ രജിസ്റ്റേർഡ് സംഘടനയായ CCOKയുടെ ഒരു കുടുംബ സംഗമമാണ് ഈ JK ക്രൂസിൽ വെച്ച് നമ്മൾ നടത്തുന്നത്. ഒരു കിണ്ണൻ അനുഭവമായിരുന്നു, കിടിലൻ അനുഭവമായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എൻ്റെ കൂട്ടുകാർ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയും, നോക്കിക്കോ. ഇന്ന് ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഒരു ഹൗസ് ബോട്ടിൽ കയറുന്നത്, അതും കൊല്ലത്തുള്ള JK ക്രൂയിസിന്റെ പ്രീമിയം ഹൗസ് ബോട്ടിൽ. ബോട്ടിന്റെ ഓണർ വിജയ് കുമാർ സാറായിരുന്നു കഴുത്തിൽ മാലയിട്ട് ഹൗസ് ബോട്ടിലേക്ക് വെൽക്കം ചെയ്തത്. ഹൗസ് ബോട്ടിന്റെ ഉൾഭാഗം ഞാൻ ഒന്ന് കറങ്ങി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഹൗസ് ബോട്ട് യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഫുഡ് എത്തി. കാണാനും കഴിക്കാനും ഒരുപോലെ രുചിയുള്ള കിടിലം ഫുഡ്. ഇതുപോലത്തെ ഹൗസ് ബോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ദ്വീപ് പോയി തിരിച്ചു വന്നിട്ട് ഹൗസ് ബോട്ടിൽ ഫുൾ ടൈം എൻജോയ്മെന്റ് ആയിരുന്നു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ പൂമുറ്റം, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കണ്ടൽ കാടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൺട്രോ തുരുത്ത്, കൊല്ലത്തിന്റെ വേറൊരു വ്യത്യസ്തമായ മുഖം അറിയിക്കുന്ന മൺട്രോ തുരുത്തിലാണ് നിൽക്കുന്നത്. ഒടുക്കത്തെ വെയിലാണ്, മണ്ട മുഴുവൻ വേറെ രീതിയിൽ പോകുന്ന മൺട്രോ തുരുത്ത്. കേരളത്തിലെ യൂട്യൂബേഴ്സിന്റെ ആദ്യ രജിസ്റ്റേർഡ് സംഘടനയായ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഒരു കുടുംബ മീറ്റപ്പാണ്. അത് നടക്കുന്നത് ഈ കാണുന്ന JK റോയൽ ക്രൂയിസ് എന്ന ആഡംബര കപ്പലിലാണ്. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ടതാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാമുള്ള ഫുഡ് അടക്കം ഉള്ള അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ് ഇവർ നൽകുന്നത്. പിന്നെ കൊല്ലത്തിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ കാണാൻ സാധിക്കും. മൺട്രോ തുരുത്ത് ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ തന്നെ സാമ്പ്രാണിക്കോടി പോലുള്ള ദ്വീപ് ഐലൻഡുകളും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഇവർ നിങ്ങളിലോട്ട് എത്തിക്കും എന്നതാണ് പ്രത്യേകത. അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. താങ്ക് യു. അതെ, JK ക്രൂസിന്റെ ഒപ്പം ഒരു ദിവസത്തെ ഞങ്ങളുടെ യാത്ര ഏറ്റവും മനോഹരമായിരുന്നു കേട്ടോ. അവരുടെ ഫുഡാണെങ്കിലും അതുപോലെ അവരുടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത ഒരു ദിവസം. അതായത് സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. ഇതൊരു 100 പേർക്കുള്ള ഒരു ഹൗസ് ബോട്ട്, 100 പേരുടെ ഒരു പ്രോഗ്രാം നടത്താൻ തക്കവണ്ണമുള്ള ഡബിൾ ഡെക്കറാണ്. നല്ല രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ആട്ടവും പാട്ടും, അതുപോലെ ഇവരുടെ തന്നെ ആൾക്കാർ ചെയ്യുന്ന ഗെയിംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കിടിലൻ ഫുഡാണ് അവിടെ, നല്ല രുചികരമായ ഫുഡ്. അതായത് നമ്മുടെ മായം കലരാത്ത പൊടികളൊക്കെ ഉപയോഗിച്ച് തനത് നാടൻ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫുഡൊക്കെ പറയാതെ വയ്യ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇങ്ങനൊരു അനുഭവം നമുക്ക് വേണ്ടി ചെയ്ത നമ്മുടെ CCOKയും അതുപോലെ JK ക്രൂസിനോടും ഒരുപാട് നന്ദിയുണ്ട്. JK ക്രൂസിനെ ബന്ധപ്പെടേണ്ട നമ്പറാണ്. നിങ്ങൾക്ക് ഒരു വലിയൊരു ഫംഗ്ഷനൊക്കെ നടത്തണം, 100 പേരുടെയൊക്കെ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ നടത്താൻ ഈ ഹൗസ് ബോട്ടിലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സാമ്പ്രാണിക്കുടി, മൺട്രോ തുരുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഈ വലിയ ബോട്ട് പോകത്തില്ലെങ്കിൽ പോലും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി അവർ നമുക്ക് വേണ്ടി ഒരുക്കി തരും. മറ്റ് ചെറു ബോട്ടുകളിൽ നമ്മളെ ഇവിടെയൊക്കെ കൊണ്ട് കറക്കി തരുന്ന ഒരു പാക്കേജാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലത്ത് ഒരു ഹൗസ് ബോട്ട് യാത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ JK ക്രൂസിനെ ബന്ധപ്പെടുക. ഏറ്റവും അടിപൊളി ഒരു അനുഭവം നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കി തരും. താങ്ക്